യൂറോപ്യൻ യൂണിയൻ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ബ്ലൂംബർഗ് എന്ന് പറയുന്നത് യൂറോപ്പിലെ ഒരു മേജർ ന്യൂസ് ചാനലാണ്. അവർ പറഞ്ഞിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ജോയിന്റ് ആയിട്ട് ചേർന്നിട്ട് ഒരു ഫണ്ട് സമാഹരിക്കുകയാണ്. അത് ഈ മാസം തന്നെ ആ ഒരു വലിയ ഫണ്ട് സമാഹരിച്ച് ഉക്രൈനിന് കൈമാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയും യൂറോപ്പും തമ്മിൽ ചെറിയൊരു റോഡ് മാപ്പ് ചേഞ്ച് നടക്കുന്നുണ്ട്. അതിന് അമേരിക്കയും യൂറോപ്പും തമ്മിൽ പെർമനന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് പിരിഞ്ഞു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല, അങ്ങനെയൊന്നുമില്ല. ഭയങ്കരമായിട്ട് ഈ ഗ്ലോബൽ ഓർഡർ ചേഞ്ച് അങ്ങനെയൊക്കെ പല വാർത്തകളും വരുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു വിഷയമാണിത്. അമേരിക്കയെ തഴഞ്ഞുകൊണ്ട് യൂറോപ്പ് എല്ലാം എതിർത്തുകൊണ്ട് നിൽക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വളരെ വളരെ പൊട്ടത്തരമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പൊ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളുണ്ട്. ഇപ്പൊ ഇതേപോലത്തെ പല സ്റ്റേറ്റുകളല്ല യൂറോപ്പ് എന്ന് പറയുന്നത്. യൂറോപ്പ് എന്ന് പറയുന്നത് പല പല രാജ്യങ്ങളാണ്. ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ട്രംപിന്റെ ഡിപ്ലോമസി ആ രീതിയിൽ പല രാജ്യങ്ങളുമായിട്ട് വേറിട്ട് നിൽക്കുന്ന താല്പര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് റൂൾസ് ഫോളോ ചെയ്ത് അമേരിക്കയെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ആ ഒരു പോസിബിലിറ്റി ഒക്കെ നമ്മൾ വിട്ടു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ വിഷയമാണ് അവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അതായത് യൂറോപ്യൻ യൂണിയനെ ഈ ഒരു റഷ്യ ഉക്രൈൻ നെഗോസിയേഷന്റെ ഇടയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഈ ഒരു 5%, 10%, അതായത് നാറ്റോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് 5, 10 എന്താ വെച്ചാൽ അവരാക്കിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. കാരണം ഈ നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും യൂറോപ്പിൽ കിടക്കുന്ന മിക്ക രാജ്യങ്ങളെടുത്തും ഈ നാറ്റോ രാജ്യങ്ങളെടുത്തൊക്കെ അമേരിക്കയുടെ മിക്കവാറും എക്യുപ്മെന്റ്സ് ഒക്കെ അവരുടെ കയ്യിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ F-35 വരെ പല രാജ്യങ്ങളിലും ഉണ്ട് യൂറോപ്പ് മേഖലയിൽ. അപ്പൊ നിങ്ങളുടെ അടുത്ത് എല്ലാ ആയുധങ്ങളും ഞാൻ തന്നു വെച്ചിട്ടുണ്ട്. അമേരിക്ക പറയാണ് ഞാൻ തന്നു വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ തന്നെ എപ്പോഴും വെപ്പൺ സപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളത് ഉക്രൈന്? ഇത്രയും കാലം ഇത്രയും നീണ്ട ഒരു യുദ്ധം ഉക്രൈൻ നടത്തിയില്ലേ? നിങ്ങൾ എന്താണ് കൊടുത്ത് സഹായിച്ചത്? നിങ്ങളുടെ സൈഡിലുള്ള വെപ്പൺസ് ഒക്കെ കൊടുത്ത് ഒരു സപ്ലൈ ചെയ്ത് കൊടുക്കാത്തത് എന്ത് ഉക്രൈന്? അത് ന്യായമായ ചോദ്യമാണ്. അപ്പൊ അവരെപ്പോഴും അവരുടെ സൈഡിൽ അവർ പൈസ മുടക്കി $1 മില്യൺ മുടക്കി മേടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും അവരെവിടെയും മുടക്കാൻ തയ്യാറല്ല. അവർ വെർബലി സപ്പോർട്ട് കൊടുക്കാണ് ഉക്രൈന്. ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇപ്പോഴും സെലൻസ്കി പറഞ്ഞ എന്താണ്? നമുക്ക് ജോയിന്റ് ആയിട്ട് ഒരു യൂറോപ്പ് ആർമി രൂപീകരിക്കാന്നാണ് പറഞ്ഞത്. ഇപ്പോഴും യൂറോപ്പ് ആർമിയെ കുറിച്ച് എവിടെയും ഒരു ചർച്ച വന്നിട്ടില്ല. അതിന് പകരം പെട്ടെന്ന് അവർ തീരുമാനിച്ച കാര്യം ഇതാണ്. ഏതാണ്? എല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് ഫണ്ട് സമാഹരിച്ച് ഉക്രൈന് കൊടുക്കാന്നുള്ളതാണ്. ഫണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം, നീ എന്താ വെച്ചാൽ അവിടെ നിന്ന് ചെയ്തോ എന്നുള്ള രീതിയിലുള്ള നിലപാടാണ് ഇപ്പോഴും ഉക്രൈൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഉക്രൈന് വേണ്ടി കണ്ണുനീര് ഒഴുക്കുന്ന പോലെയുള്ള പല പല രീതിയിലുള്ള ഡയലോഗുകളും എല്ലാം വെളിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇരട്ടത്താപ്പാണ്, യൂറോപ്പിന്റെ ഹിപ്പോക്രസിയാണ്. ഈജിപ്ത് അടുത്തൊരു സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നിട്ടുണ്ട്. ഈജിപ്ത് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇനി ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നെങ്കിൽ ഈജിപ്ത് നിരുപാധികം ഞാൻ ഗാസയോടൊപ്പം അഥവാ പാലസ്തീനോടൊപ്പം ആയിരിക്കും നിൽക്കുന്നത് എന്നുള്ള നിലയിൽ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഈജിപ്ത് ഇസ്രായേലിനോടൊപ്പം നിന്നിട്ടാണോ ഇസ്രായേൽ നിൽക്കുന്നത് അവിടെ? വളരെ ബാലിശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈജിപ്ത് ഒരു അറബ് രാഷ്ട്രമാണ്. ഈജിപ്ത് എക്കാലത്തും ഈ ഒരു ബ്രദർഹുഡ് ഐഡിയോളജി കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യം തന്നെയാണ്. അവരിപ്പൊ തൽക്കാലം അതിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈജിപ്തിന്റെ ഉള്ളിൽ പരമാവധി ഈ ഒരു ബ്രദർഹുഡിന്റെ ആൾക്കാർ മൊത്തം അവിടെ തന്നെയാണ് താമസിക്കുന്നത്. എന്തിന്? ഈ ഒരു പാലസ്തീനികളെ നയിച്ചിരുന്ന യാസർ അറാഫത്ത് വരെ ഈജിപ്ഷ്യനാണ്. ഈ മെഹ്മൂദ് അബ്ബാസ് ഈജിപ്ഷ്യനാണ്. ഈ ഹമാസിൽ പ്രവർത്തിക്കുന്ന മിക്ക ആൾക്കാരും ഈജിപ്ഷ്യന്മാരാണ്. എന്നിട്ടാണ് പറയുന്നത് ഞാൻ പാലസ്തീനോടൊപ്പം നിൽക്കുന്നത്. നീ ഓൾറെഡി പാലസ്തീനോടൊപ്പം തന്നെയാണ്. നീ ഒരു വിധത്തിൽ പാലസ്തീനി തന്നെയാണ്. പിന്നെ എന്താണ് ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒരു വിചിത്രമായ ഡയലോഗ് പറയാനുള്ള കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. നീ പാലസ്തീനോടൊപ്പം നിന്നോ, പക്ഷെ ട്രംപ് നിനക്ക് പൈസ തരത്തില്ല, അത്രേ ഉള്ളൂ. നിനക്കിപ്പോ നീ ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ടില്ലേ, ഡോളേഴ്സ്, ആ ഡോളേഴ്സ് ട്രംപ് അങ്ങ് നിർത്തും. അതോട് തീരും നിന്റെ പരിപാടി. ഇതൊക്കെ ഇസ്രായേലിനെ സൈക്കോളജിക്കലി ഒന്ന് ഡൗൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് യുദ്ധം ചെയ്യരുത്, അതായത് ഗാസയ്ക്കുള്ളിൽ ഇനി ആക്രമണം ചെയ്യരുത് എന്ന് കാല് പിടിക്കുന്നതിന് പകരം പറയുന്ന ഒരു ഡയലോഗായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. MK-84 കാറ്റഗറിയിൽ പെടുന്ന 1800ഓളം ബോംബുകളാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇത് വേറൊന്നും കൊണ്ടല്ല, ഇത് ആ മേഖലയിൽ തന്നെ ഒരു പേടി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ഇസ്രായേലിന്റെ കയ്യിൽ സാധനമുണ്ട്, കൊണ്ടിടും, അത്രേ ഉള്ളൂ. മലയായാലും ഇനി എന്ത് കുഴിയായാലും ഇനി ഏത് രീതിയിലുള്ള തുരങ്കമായാലും കൊണ്ടിടും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലായവർക്ക് ഓക്കെയാണ്. മനസ്സിലാവാത്തവർക്ക് വീണ്ടും വേണമെങ്കിൽ ഇസ്രായേലിന് ചൊറിയാം, മേടിച്ചു കൂട്ടാം. ബോറിസ് ജോൺസൺ, മുൻപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ് ബോറിസ് ജോൺസൺ യൂറോപ്പിനെ കളിയാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. മോക്കറിങ് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ കഴുത്ത് പോയ കോഴിയാണെന്നുള്ള നിലയിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ആ രീതിയിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം വേറൊന്നുമില്ല, ഈ ഒരു ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു വാക്കുകളൊക്കെ കേട്ട് അതൊക്കെ ഫോളോ ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അവസ്ഥ ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെയും ആ ഒരു സ്റ്റേറ്റ്മെന്റുകളെയൊക്കെ ശരിവെക്കുകയല്ല പുള്ളി ചെയ്തത്.
ആ ഒരു സ്റ്റേറ്റ്മെന്റുകൾ യൂറോപ്പിനെ വല്ലാതെ ബാധിക്കുന്ന രീതിയിൽ ആക്കി തീർത്തതിൽ യൂറോപ്പിനാണ് ഏറ്റവും കൂടുതൽ പങ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലുപരിയായിട്ട് യുക്രൈന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്? ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഉക്രൈൻ ഈ ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കാൻ അറിയാത്ത രീതിയിൽ പല മിഷനറീസും ഉപയോഗിച്ച് അതിനെ ചീത്തയാക്കിയതായിട്ടും അതിനെ ഡാമേജ് ആക്കിയതായിട്ടും പല ഉപകരണങ്ങളും ഫുൾ കണ്ടീഷനോടുകൂടി ഇവര് ആ ഒരു സ്ഥലത്ത് തന്നെ വാർ ഫീൽഡിൽ തന്നെ ഉപയോഗിച്ചിട്ട് വാർ ഫീൽഡിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയതായിട്ടുമാണ് കണ്ടെത്തൽ. സർവേ കണ്ടെത്തലാണ്. NLAW ആന്റി ടാങ്കർ ലോഞ്ച്ഡ് സൈമൾട്ടേനിയസ്ലി, അതായത് ഒരേ സമയത്തിൽ 5ഉം 6ഉം ആന്റി ടാങ്ക് മിസൈലുകൾ ഇവര് ഒരുമിച്ച് ഫയർ ചെയ്തതായിട്ടാണ് ഒരേ സമയത്ത് ഫയർ ചെയ്തതായിട്ടാണ് ഈ ഒരു റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ലോസ്, അതേപോലെ തന്നെ ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, റാൻഡം ആയിട്ട് ചെയ്യാണ്. അപ്പൊ 6 എണ്ണം വിടുക, ഏതെങ്കിലും ഒരെണ്ണം കൊണ്ട് തകരുന്നെങ്കിൽ തകരട്ടെ എന്നുള്ളതിൽ. കാരണം ഇവൻ എയ്ഡ് കൊടുത്തിട്ടാണല്ലോ യുദ്ധം നടത്തുന്നത്. ഇവന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തിട്ട് യുദ്ധം നടത്തുന്നെങ്കിൽ ഇവൻ ആ ഒരു ദണ്ണം ഉണ്ടായേനെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആരും മോണിറ്റർ ചെയ്യാനില്ല, ഒരു ഗൈഡൻസും ഇല്ല, ഒരു ക്യാപ്റ്റൻഷിപ്പ് ഇല്ല. ആ രീതിയിലാണ് യുദ്ധം അവിടെ പോയത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് UK പുറത്തുവിട്ടിരിക്കുന്നത്. UK ഒരു സൈഡിൽ ഉക്രൈനെ കുറിച്ച് ഭയങ്കര സങ്കടവും വേവലാതിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ രീതിയിലുള്ള പണികളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഒരു ആന്റി ടാങ്കർ മിസൈൽ വിടുമ്പോൾ തന്നെ ഏതാണ്ട് 1,25,000 അതിന്റെ എക്സ്പെൻസസ്, $1,25,000. അതുപോലെ 6 എണ്ണം ലോഞ്ച് ചെയ്യുമ്പോഴോ അത് മൾട്ടിപ്പിൾ ചെയ്തോ ഏതാണ്ട് 7 ലക്ഷത്തിന് മുകളിൽ പോവാണ് ഒറ്റ ടൈമിൽ, ഒറ്റ ഫയറിംഗിൽ. ആ ഒറ്റ ടൈമിൽ 6 എണ്ണം ഫയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പെൻസസ്. അതേപോലെ ജാവലിൻ മിസൈൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു തോളത്ത് വെച്ചിട്ട് വിടുന്ന ഒരു ജാവലിൻ മിസൈൽ സിസ്റ്റം, ഇതൊക്കെ തോളത്ത് വെച്ചിട്ട് വിടുന്ന ജാവലിൻ മിസൈൽ സിസ്റ്റം ഉണ്ട്. അതിൽ പല ജാവലിൻ മിസൈൽ സിസ്റ്റംസും യൂസ് ചെയ്യാതെ വാർ ഫീൽഡിൽ തന്നെ കിടന്ന് കണ്ടെത്തിയതായിട്ടാണ് വാർത്തകൾ വരുന്നത്. ഒരു ജാവലിൻ മിസൈലിന്റെ വില ഏതാണ്ട് $1 ലക്ഷം മുകളിലാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രീതിയിൽ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള യുദ്ധം നടത്തിയ ആളാണ് സെലൻസ്കി. പിന്നീട് ഇതേ ജാവലിൻ മിസൈൽസ് റഷ്യൻ ട്രൂപ്സിന്റെ കയ്യിൽ കിട്ടുകയും അവരിതെടുത്ത് ഉക്രൈനെതിരെ ഉപയോഗിച്ച സംഭവങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ റിപ്പോർട്ടിൽ പറയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇയാൾ എത്രമാത്രം ഒരു ഇൻഎഫിഷ്യന്റ് ആയിട്ടാണ് ഈ ഒരു യുദ്ധം മുന്നോട്ട് നടത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലിത്വാനിയൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് പുള്ളി ഒരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം വേറെ ഒന്നല്ല, അമേരിക്ക യൂറോപ്പ് ബന്ധം ഇങ്ങനെ തകരുന്നത് അത്ര ശരിയായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്പിൽ നിന്നും ഒരു റെപ്രസെന്റേറ്റീവിനെ ഈ റഷ്യ ഉക്രൈൻ നെഗോസിയേഷന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു വൈസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു ലിത്വാനിയൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രമാത്രം സാധിക്കും നമുക്ക് അറിയത്തില്ല. കാരണം റഷ്യക്ക് ഫേവറായിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ US ചിലപ്പോൾ എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഈ ഒരു യൂറോപ്യൻ യൂണിയൻ അവിടെ കിടന്ന് തടസ്സം പറയാനുള്ള സാധ്യതയുണ്ട്. അതൊരു സമാധാന ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അതുകൊണ്ട് അത് 2-3 തവണ ആലോചിച്ചിട്ട് മാത്രമേ ഈ US-ലുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അത്ര എളുപ്പത്തിൽ യൂറോപ്യൻ യൂണിയൻ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് തോന്നുന്നില്ല. അതിന് റഷ്യയുടെ പുടിൻ ആദ്യം സമ്മതിക്കണമല്ലോ. ഇതിനെല്ലാം കാരണം വേറെ ഒന്നുമല്ല, മുനീച്ച് കോൺഫറൻസിൽ ഈ സെലൻസ്കി ഇന്നലെ നടത്തിയ ഒരു സ്പീച്ചാണ്. അതാണ് ഇതിലെല്ലാം കാരണം. വേറെ ഒന്നുമല്ല, അവർ ഇന്ന് ഉക്രൈനെ റഷ്യ ഈ രീതിയിൽ ആക്രമിക്കുന്നു, നാളെ നിങ്ങൾ എല്ലാവരും ഓർത്തു വെച്ചോ, നിങ്ങൾ എല്ലാവർക്കും വരാനുള്ള ഒരു സാഹചര്യമാണ് ഇത്. ഇനി ഒരു 5 വർഷത്തിനുള്ളിൽ റഷ്യ ഈ യൂറോപ്യൻ കൺട്രീസിൽ ഓരോന്നായിട്ട് ഇങ്ങനെ ആക്രമിച്ചു തുടങ്ങും എന്നുള്ള രീതിയിലുള്ള ഒരു കുത്തിത്തിരിപ്പ് ഡയലോഗ് ഇട്ടിട്ടാണ് പോയത്. അതുകൊണ്ടാണ് ഈ ഒരു രാജ്യങ്ങളൊക്കെ കുറച്ച് തീവ്ര നിലപാടുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഫ്രാൻസിൽ തകൃതിയായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഫ്രാൻസിൽ നിന്നും വലിയ രീതിയിൽ മാക്രോൺ വോയിസ് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. കാര്യം വേറെ ഒന്നുമില്ല, മാക്രോൺ തന്നെ ഇപ്പൊ ഇലക്ഷൻ നേരിടാനുള്ള ഒരു സാഹചര്യമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ജർമ്മനിയിൽ അടുത്ത ഇലക്ഷൻ വരേണ്ടതുണ്ട്. അപ്പൊ അവിടെയൊക്കെ ചിലപ്പോൾ റെജീം ചേഞ്ചിന്റെ സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ മീറ്റിംഗ് ഒക്കെ നടക്കും പാരീസിൽ. പക്ഷെ മാക്രോൺ വലിയ സൗണ്ട് ആയിട്ടൊന്നും പ്രതികരിക്കത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സെലൻസ്കി അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വിഷയം ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച വിഷയം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പം അമേരിക്കയും റഷ്യയും കൂടെ ചേർന്ന് ഒരു സമഗ്രമായ ഒരു തീരുമാനം എടുത്ത് നിങ്ങളെ അറിയിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അപ്പൊ സെലൻസ്കി പറഞ്ഞത് നിരുപാധികം ഞാൻ അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് അതിനെ വിലയിരുത്തും, ഉക്രൈന്റെ നിബന്ധനകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് നോക്കും അല്ലെങ്കിൽ വിലയിരുത്തും എന്നുള്ള ഒരു വൈസ് സ്റ്റേറ്റ്മെന്റ് ഒന്നും തന്നെ പറയാതെ നിരുപാധികം കണ്ണടച്ചുകൊണ്ട് പറയാണ്, വെട്ടി തുറന്ന് പറയാണ്, ഞാൻ അംഗീകരിക്കില്ല, ഒരിക്കലും ആ തീരുമാനം എന്തായാലും ഞാൻ അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രജുഡീസ് ആണ്. അതായത് ഏത് രീതിയിലുള്ള സമാധാന കരാർ കൊണ്ടുവന്നാലും ഞാൻ അംഗീകരിക്കില്ല എന്നുള്ള ഒരു മുൻവിധിയോടുകൂടി ഉത്തരം പറയുന്ന ഒരു സെലൻസ്കിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സെലൻസ്കി ഇങ്ങനെ അഡമന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ സെലൻസ്കി ഇപ്പം ഈ ഒരു യുദ്ധം അവസാനിക്കാൻ യാതൊരു പ്ലാനും ഉദ്ദേശമില്ല എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന വേറെ ഒന്നുമില്ല, റഷ്യ 3600 സ്ക്വയർ കിലോമീറ്റർ ഓൾറെഡി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ കുറെ സ്ഥലം റഷ്യ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു ഇമേജ് കാണിക്കാം. ഇതിനകത്ത് ഈ പിങ്ക് കളറിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ യെല്ലോ കളറിൽ കാണുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ക്ലെയിം ചെയ്യുന്ന സ്ഥലങ്ങളാണ്.
ഇതിനകത്ത് കൂടുതൽ ഇനിയിപ്പം ജാട കാണിച്ചുകൊണ്ട് സെലൻസ്കി ഞാൻ ഇനി ഇതിൽ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തലക്കിട്ട് കൊട്ടും കിട്ടും. അതുപോലെ തന്നെ ഒരു രീതിയിലുള്ള ഫണ്ടോ ഒരു ഫെസിലിറ്റിയോ അമേരിക്ക കൊടുക്കത്തുമില്ല. ഈ രീതിയിൽ കിടന്ന് എഴയേണ്ട ഒരു അവസ്ഥ വരും. അതുപോലെ തന്നെ ഈ റഷ്യ ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങളും അവർ ക്ലെയിം ചെയ്യുന്ന സ്ഥലങ്ങളും കൂടെ കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. അപ്പൊ എന്തായാലും അമിക്കബിളി ഒരു സൊല്യൂഷനിൽ എത്തിപ്പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഏതെങ്കിലും ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ടെങ്കിൽ അതൊരു യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നതാണ് ഏതൊരു ലീഡറിനും നല്ലത്. സെലൻസ്കിയുടെ അഥവാ ഉക്രൈന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ആ ചർച്ചയിൽ നിന്നും ഡെവലപ്പായി വരുന്ന ആ ഒരു പ്രാഥമിക ചർച്ചകൾ നടത്തി ആ ചർച്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ ആ റിപ്പോർട്ടൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പിന്നീട് തീരുമാനിക്കാൻ. അപ്പൊ അങ്ങനെ ഒരു വൈസായിട്ടുള്ള ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും സെലൻസ്കിക്കും ഉക്രൈൻ ജനങ്ങൾക്കും അതായിരിക്കും നല്ലത്, യൂറോപ്പിനും അതായിരിക്കും നല്ലത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.